എൻ്റെ പേര് ജോർജ്. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. എൻ്റെ ശബ്ദത്തിന് കുറേ വർഷങ്ങളായിട്ട് ശബ്ദം താഴ്ന്നു പോകുന്ന അവസ്ഥയായിരുന്നു. ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ചെയ്യുകയും എന്നാൽ എൻ്റെ ശബ്ദം ക്ലിയറായില്ല. ഒരു വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലിയാൽ അത് പകുതിയാകുമ്പോഴേക്കും എൻ്റെ തൊണ്ടയിൽ വേദന തുടങ്ങുകയും എൻ്റെ ശബ്ദം കുറഞ്ഞു പോവുകയും ചെയ്യും. ഞാൻ ആരംഭിച്ചതുപോലെ എനിക്ക് ആ വിശ്വാസ പ്രമാണം അവസാനിപ്പിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ വളരെ കൂടുതൽ ശക്തി എടുത്താൽ പിന്നീട് എനിക്കൊട്ടും സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെ ഏതാണ്ട് 10 വർഷത്തോളമായി ഈ അവസ്ഥയിൽ ഞാൻ തുടരുകയായിരുന്നു. ഈ കഴിഞ്ഞ ജൂൺ 23-ാം തീയതി ഈ എൽ റുഹ ധ്യാന കേന്ദ്രത്തിൽ താമസിച്ച് ഉള്ള ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഞാനിവിടെ ധ്യാനത്തിന് വന്നപ്പോൾ എനിക്ക് ശബ്ദമില്ലാതിരുന്നതുകൊണ്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, അങ്ങയെ സ്തുതിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ശബ്ദം കിട്ടുകയില്ല. അതെനിക്ക് സൗഖ്യം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ആ സന്ദർഭത്തിലാണ് റാഫേൽ അച്ഛൻ വിളിച്ചു പറഞ്ഞത്, ശബ്ദതടസ്സമുള്ളവർ നന്നായി പ്രാർത്ഥിക്കുക, ദൈവം സൗഖ്യം തരുന്നുണ്ട് എന്ന്. അതിനുശേഷം എനിക്കിപ്പോൾ അത്ഭുത ജപമാല ആരംഭം മുതൽ അവസാനം വരെ ഒരേ ശബ്ദത്തിൽ പ്രാർത്ഥിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ 2 മാസം കഴിഞ്ഞു ഞാൻ ധ്യാനത്തിൽ പങ്കെടുത്തിട്ട് പോയിട്ട്. ഇതുവരെ എനിക്ക് യാതൊരു കുഴപ്പവും എൻ്റെ ശബ്ദത്തിനുണ്ടായിട്ടില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി,